സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികളെന്ന നയരേഖ സംബന്ധിച്ച ചർച്ച നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് സമ്മേളന നഗരിയിൽ നിന്നും. ഷീജ, ഒരുപക്ഷെ ഈ സമ്മേളനത്തിലെ പ്രധാന അജണ്ടകളിലൊന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ആ പുതുവഴികൾ, നവകേരളത്തിനുള്ള പുതുവഴികൾ, ആ വികസന നയരേഖ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, 1957 മുതലുള്ള തുടർന്ന് വന്ന ഓരോ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും ഓരോ പാർട്ടി സമ്മേളനത്തിലും അവതരിപ്പിക്കുന്ന നയരേഖകളുണ്ട്. ആദ്യം EMSന്റെ കാലത്ത് അവതരിപ്പിച്ച പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ, അതിൽ തുടങ്ങി ഇപ്പോൾ ഈ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചേരുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ആ വികസന രേഖ കേരളം വല്ലാതെ ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് ഭാവി കേരളത്തിന് വേണ്ടി CPM മുന്നോട്ട് വെക്കുന്നത്? മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന നയരേഖയിൽ എന്താണ് പുതിയ കേരളത്തിനായുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം ഏറ്റവും പ്രസക്തമാകുന്നതും. മറ്റൊരു കാര്യം, 3ാം LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ ഈ നയരേഖയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഷീജ, സിജു, അത് തന്നെയാണ് കാരണം. ഈ സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് 3ാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അതിന് വിത്തുപാകുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ആ രീതിയിലാണ് LDF ചെയ്തു പോകുന്നതും. ഈ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുള്ള നവകേരള വികസനത്തിനുള്ള പുതുവഴികൾ എന്നുള്ള രേഖ, അത് കൃത്യമായ രീതിയിൽ തന്നെ ഏത് രീതിയിൽ കേരളത്തെ മുന്നോട്ട് പോകുമ്പോൾ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രേഖ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ടല്ല, ഏത് രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രവർത്തനം അത് കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നു. അതിനൊപ്പം തന്നെ ഈ വികസന രേഖ എന്ന് പറയുന്നത് അതൊരു തുടർച്ചയാണ്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഉടലെടുത്ത ഒരു ആശയമല്ല. ഈ വർഷങ്ങളായുള്ള സംസ്ഥാന സമ്മേളനം അത് തന്നെയാണ് പിന്തുടർന്ന് വരുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളത്തെ ചർച്ച ചെയ്ത വികസന രേഖ അത് എത്രത്തോളം നടപ്പായി, അതിൽ ഇനി തുടർന്ന് ഏത് രീതിയിലുള്ള മാറ്റം വരുത്തണം എന്നത് സമഗ്രമായി തന്നെ ഈ വികസന രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി 1.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ മുതലാണ് ഇതിൽ ഒരു പൊതു ചർച്ച നടക്കുക. ഏതായാലും ഇത് ലക്ഷ്യമിടുന്നത് വികസിത രാജ്യങ്ങളിലും അർദ്ധ വികസിത രാജ്യങ്ങളിലുമുള്ള ജനങ്ങളുടെ അവസ്ഥയിലേക്ക് കേരള ജനതയെ എത്തിക്കുക എന്നുള്ളതാണ്. കേരളം ഒരു ബദൽ മോഡലായി എന്നും നിലനിൽക്കുന്നതാണ്. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ രേഖ ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് 20 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും മുന്നിലുള്ളതാണ്. ഓരോ മേഖലയിലും, ഒരു മേഖല എന്നുള്ളതല്ല, സർവ്വ മേഖലയിലും ഒരുപോലെ തന്നെ വികസനം കൊണ്ടുവരിക, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക, ഇതാണ് ഈ രേഖയിലൂടെ CPIM ലക്ഷ്യമിടുന്നതും. ഏതായാലും ഇതിന്മേൽ കൃത്യമായ രീതിയിലുള്ള ചർച്ചകൾക്ക് കൂടിയാണ് നാളെ സംസ്ഥാന സമ്മേളനം വേദിയാകുന്നത്. ഷീജയാണ് സമ്മേളന നഗരിയിൽ നിന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ രേഖയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്.